മാർച്ച് മാസത്തിൽ ഞങ്ങൾ കൊണ്ടാടുന്ന ഒരു കലാരൂപമാണ് സ്വർണം മാറ്റിവെക്കൽ. ഏവർക്കും എൻ്റെ സ്വർണം മാറ്റിവെക്കൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനും കനറ ബാങ്കും തമ്മിലുള്ള ആത്മബന്ധം തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തോളമായി. അതിനെന്നെ സഹായിച്ചത് എൻ്റെ പ്രിയ പത്നി കുഞ്ചുവാണ്. ഒരുപാട് സ്വർണവുമായിട്ടാണ് അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. ഒരു സ്വർണ്ണ വിഭൂഷണിയായിരുന്നു ആ കാലത്ത് കുഞ്ചു. ഇപ്പോഴോ കലാരൂപത്തിൻ്റെ ഒന്നാമത്തെ ആചാരം എന്തെന്ന് വെച്ചാൽ, വർഷാവർഷം ഈ ചേട്ടനെ ഞങ്ങൾ വന്ന് കാണണം, അല്ലെങ്കിൽ ചേട്ടൻ ഞങ്ങളെ വിളിച്ച് ഇവിടെ വരുത്തും. അതാണ് ഒന്നാമത്തെ ആചാരം. ഇതിന് പിറകിൽ എൻ്റെ ബുദ്ധിപരമായ ഒരു നീക്കം കൂടെയുണ്ട്. സ്വർണം ലോക്കറിൽ വെക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കാർഷിക ലോണിൽ വെക്കുന്നതാണ്. ഒരു സ്ത്രീധന വിരോധിയായ എനിക്ക് അവളുടെ സ്വർണം ഞാൻ ഉപയോഗിച്ചു തീർത്തു എന്നുള്ള പരാതിയും എങ്ങും കേൾക്കില്ല. സ്വർണത്തിൻ്റെ കണക്ക് തിട്ടപ്പെടുത്തിയെടുക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വർണത്തിൻ്റെ ഉടമസ്ഥയ്ക്ക് തൊട്ടടുത്ത കടയിൽ നിന്നും ഞാനൊരു ചിക്കു ജ്യൂസ് വാങ്ങിക്കൊടുത്തു. മുഷിപ്പിക്കരുതല്ലോ അവളെ. +2 എക്സാം എഴുതിയതിനു ശേഷം ഇതുപോലെയുള്ള A4 ഷീറ്റുകളിൽ എൻ്റെ പേര് എഴുതുന്നത് ഞാൻ ഈ സന്ദർഭങ്ങളിലാണ്. നടപടിക്രമങ്ങൾ തീരാൻ ഇനിയും സമയമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു. സാർ, ഞങ്ങൾ മുത്തൂറ്റിൽ നിന്ന് വിളിക്കുകയാണ്. സാർ, ഞങ്ങളുടെ പഴയ ഒരു കസ്റ്റമർ അല്ലേ, സ്വർണം വല്ലതും വെക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, എല്ലാ സ്വർണവും ഇവിടെ വെച്ച് കഴിഞ്ഞു, ഇനി ഒന്നും അവിടെ വെക്കാനില്ല. ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുഞ്ചു ഒപ്പിട്ട് തകർക്കുകയാണ്. കുഞ്ചുവിൻ്റെ മുഖത്താവട്ടെ ഞാനൊരു ഭാവം ശ്രദ്ധിച്ചു. നരാച്ചി ഗോൾഡ് ഖനിയിലെ കണക്കപ്പിള്ളയുടെ ഒരു മുഖഭാവം കുഞ്ചുവിന്. എന്താണ് കുഞ്ചു ഇങ്ങനെ? അങ്ങനെ കലാരൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വന്നെത്തി. 1 കൊല്ലത്തോളം മൂടിവെച്ച സ്വർണ്ണമെടുത്ത് കുഞ്ചുവിനെ കാണിക്കുന്ന ചടങ്ങ്. കുഞ്ചു ഓരോരോ ആഭരണങ്ങൾ എടുത്തു നോക്കുകയാണ്. അവളുടെ പാദസരം കണ്ടപ്പോൾ അവളുടെ മുഖത്ത് പെട്ടെന്നൊരു ഭാവം മിന്നി മറഞ്ഞു. നാഗവല്ലിയുടെ ഒരു ഭാവം. അപ്പോൾ ഞാൻ അവളുടെ ചെവിയിൽ പ്രണയാതുരനായി പറഞ്ഞു, കുഞ്ചു, പൊന്നും കൂടത്തിനെന്തിനാ പൊട്ട്? നീ എൻ്റെ പൊന്നല്ലേ. അതിലവൾ വീണു. സന്തോഷത്തോടെ സ്വർണം വീണ്ടും അവിടെ തന്നെ വെച്ചു. ബാങ്കിൽ നിന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ആകെയുള്ളൊരാശ്വാസം, ഒരു നാഷണൽ ബാങ്കായ കനറ ബാങ്കിൽ ഞാൻ അടയ്ക്കുന്ന പലിശ നാടിൻ്റെ നന്മയ്ക്കാണല്ലോ ഉപകാരപ്പെടുന്നതെന്നുള്ള സംതൃപ്തിയോടെ ഞാൻ ഈ വ്ലോഗ് നിർത്തുന്നു. താങ്ക് യു.